ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ തട്ടിപ്പ് കേസിൽ പ്രതി മധ ജയകുമാർ പിടിയിലായിട്ടുണ്ട്. കർണാടക പോലീസാണ് പിടികൂടിയത്. കർണാടക തെലങ്കാന അതിർത്തിയിൽ നിന്നാണ് പിടിയിലായത്. വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തെലങ്കാനയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത് അഭിജിത്ത് മുഴക്കുന്നാണ്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഇയാൾ പിടിയിലായത്? എന്തായാലും പോലീസ് സംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ടല്ലോ, അടുത്ത നടപടി എന്താണ്? സ്മിത ക്രിസ്റ്റീന, കർണാടക തെലങ്കാന അതിർത്തിയിൽ വെച്ചാണ് നിലവിൽ ഇയാളെ പിടികൂടിയത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇത് ഇയാൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പോലീസ് സംഘം, കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം ഇവിടേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ കേസന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. അതിനുശേഷം ഇത് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ, ഈ പ്രതിയെ പിടികൂടുന്നതിനായി ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നു. ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇയാളെ, അതായത് ഈ പ്രതിയായ മധ ജയകുമാർ എന്ന് സംശയിക്കുന്ന ഒരാളെ ഈ അതിർത്തിയിൽ വെച്ച് പിടികൂടിയതായുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് പോലീസ് അങ്ങോട്ടേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ ഈ വലിയൊരു തട്ടിപ്പിന്റെ വാർത്ത പുറത്തു വരുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ശാഖയിൽ നിന്ന് 26 കിലോ സ്വർണവുമായി, ഏതാണ്ട് 17 കോടിയോളം രൂപ വിലമതിക്കുന്ന 26 കിലോ സ്വർണവുമായി മുൻ ബാങ്ക് മാനേജർ കടന്നുകളഞ്ഞു എന്നുള്ളതായിരുന്നു ആ വിവരം. പുതുതായി ഈ സ്ഥാപനത്തിൽ, ഈ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ ജോയിൻ ചെയ്ത മാനേജർ നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു തട്ടിപ്പ് പുറത്തറിയുന്നതും പിന്നീട് അവർ പോലീസുമായി ബന്ധപ്പെടുന്നതും. പിന്നീട് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയൊക്കെ ചെയ്തു. അതിനിടയിലാണ് ഒരു വീഡിയോ സന്ദേശം പുറത്തു വരുന്നത്. താനല്ല ഈ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയത് എന്ന് മധ ജയകുമാർ അവകാശപ്പെടുന്ന ഒരു വീഡിയോ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് സോണൽ മാനേജർ അടക്കം തന്നെ ഈ രീതിയിൽ കുടുക്കുകയായിരുന്നു. സോണൽ മാനേജരും ഇപ്പോഴുള്ള മാനേജരും ഇതിൽ പങ്കാളികളാണ്. തന്നെ ചില കാര്യങ്ങൾക്ക് അവർ നിർബന്ധിച്ചിട്ടുണ്ട്. കാർഷിക വായ്പയുമായി ബന്ധപ്പെട്ട പല തട്ടിപ്പുകളും ഈ ബാങ്കുമായി കേന്ദ്രീകരിച്ച്, ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇതിലൊന്നും തനിക്ക് പങ്കില്ല എന്ന് അവകാശപ്പെടുന്ന ഒരു വീഡിയോ സന്ദേശം മധ ജയകുമാറിൻ്റെത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഏതായാലും നിലവിൽ വലിയൊരു തട്ടിപ്പ് അവിടെ നടന്നു എന്നുള്ളത് വ്യക്തമാണ്. ഈ മധ ജയകുമാറിനെ കസ്റ്റഡിയിലെടുക്കുന്നതോടുകൂടി, അയാളെ ചോദ്യം ചെയ്യുന്നതോടുകൂടി മാത്രമാകും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. ഏതായാലും നിലവിൽ മധ ജയകുമാർ എന്ന് സംശയിക്കുന്ന ഒരാൾ ഈ കർണാടക തെലങ്കാന അതിർത്തിയിൽ വെച്ച് കർണാടക പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. പോലീസ് സംഘം, കേരള പോലീസ് സംഘം അവിടേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്മിത ക്രിസ്റ്റീന. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.